തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ ആദിത്യനിലയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അതായത് സാധകൻ്റെ ശിരസ്സാണ് ആദിത്യൻ, സൂര്യൻ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ശിരസ്സാണ് സൂര്യനായി പ്രകാശിക്കുന്നത്. ഈ സൂര്യനെ ധ്യാനിച്ച്, ഈ സൂര്യനെ സാക്ഷാത്കരിച്ച് ബ്രഹ്മപ്രകാശം മുഴുവനും സാധകൻ ഉൾക്കൊള്ളുന്നു. ആ വിവരമാണ് തിരുമൂലദേവൻ ആദിത്യനിലയെക്കുറിച്ചിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കൂ, അർക്കനും തൊട്ട് നിൽക്കും ഗ്രഹങ്ങളും ഉമ്പന്മാരുമൊക്കെയും പൊന്മലയെ പ്രദക്ഷിണം ചെയ്തു നിൽക്കും. ഹേതു ഓർത്താൽ ഈ ലോകത്തൊരു വസ്തുവിനും തൽപ്രകാശം പ്രദാനം ചെയ്യുന്നു. ഈ മേരു ഓർക്കൂ, ഈ മേരുവാണ് പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നത്. ഈ മേരുപർവ്വം, ആ മേരുപർവ്വതം ഏതാണ്? സാധകൻ്റെ ശിരസ്സാണ്. ഈ ശിരസ്സാകുന്ന സൂര്യനാണ് എല്ലാ വസ്തുവിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ശിരസ്സിനുള്ള മഹാസ്ഥാനമാണ് ഇവിടെ തിരുമൂലദേവൻ കൽപ്പിക്കുന്നത്. അത് സൂര്യചന്ദ്രമണ്ഡലമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശിരസ് എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മുമ്പന്മാരുമൊക്കെ ചേർന്ന ഒരു വലിയ സമൂഹമാണ്. ഈ ഗ്രഹസമൂഹങ്ങളാണ് പൊന്മലയെ പ്രദക്ഷിണം ചെയ്യുന്നത്. അതായത് ശിരസിനെ നിരന്തരം പ്രദക്ഷിണം ചെയ്യുന്നു. അതായത് ശിരസ് തന്നെയാണ് ഈ ഗ്രഹങ്ങളും ഉമ്പന്മാരും അതേപോലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം. ഈ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാണ് ലോകത്തിന്, പ്രപഞ്ചങ്ങൾക്ക് മുഴുവനും പ്രകാശം പരത്തുന്നത്. അപ്പോൾ വ്യക്തിയുടെ ശിരസിനെയാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഈ വ്യക്തിയുടെ ശിരസ് തന്നെയാണ് സമഷ്ടിയുടെ ശിരസായ സൂര്യഭഗവാനും. അപ്പോൾ നാം സമഷ്ടിയിൽ കാണുന്ന സൂര്യനും വ്യഷ്ടിയിൽ കാണുന്ന, അതായത് വ്യക്തിയിൽ കാണുന്ന ആ ശിരസാകുന്ന സൂര്യനും ഒന്ന് തന്നെയാണ്. തൽപ്രകാശം പ്രദാനം ചെയ്യും. ഈ മേരുവാണ്, ശിരസാകുന്ന ഈ മേരുവാണ് എല്ലാത്തിനും പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ശിരസിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് സൂര്യമഹത്വത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ സൂര്യനെ ധ്യാനിച്ച് സൂര്യനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ശിരോമണ്ഡലത്തിലെ സൂര്യചന്ദ്രന്മാരെ സാക്ഷാത്കരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ വ്യക്തിയുടെ ശരീരത്തിലെ ശിരസിൽ നിന്ന് പൊഴിയുന്ന ആ സൂര്യകിരണങ്ങൾ, ആ ബ്രഹ്മകിരണങ്ങൾ, ആ ബ്രഹ്മപ്രകാശം വ്യക്തിയെയും ലോകത്തെയും മുഴുവനും പ്രകാശമാനമാക്കുന്നു എന്ന് തിരുമൂലദേവൻ പറയാം. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്ക് എത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. ഈ വ്യക്തി തന്നെയാണ് സമഷ്ടിയിലെ സൂര്യനായി പ്രകാശിക്കുന്നത് എന്നോർക്കുക. അർക്കനും തൊട്ട് നിൽക്കും ഗ്രഹങ്ങളും മുമ്പന്മാരുമൊക്കെയും പൊന്മലയെ പ്രദക്ഷിണം ചെയ്യുന്നു. പൊന്മലയാകുന്ന ഈ ശിരസിനെ നിരന്തരം അർക്കചന്ദ്രാദികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉമ്പന്മാരും ദേവന്മാരും എല്ലാം തന്നെ നിരന്തരം പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സൂര്യമണ്ഡലത്തിൽ നിന്നാണ് ലോകത്തിന് മുഴുവനും പ്രകാശം പൊഴിയുന്നത്. നോക്കൂ, പകലവൻ ശിവദേവൻ ജീവകോടികൾക്കെല്ലാം സുഖനിലയെത്തുന്നു, നിത്യം നിലയ്ക്കുന്നു പുണ്യനാഥൻ. ഇടരറുമാറ് ലോകമേഴിലും പ്രകാശിക്കും, പകലവൻ ജീവരാശിക്ക് ആദിയായി നിൽക്കും. ജീവരാശികൾക്കെല്ലാം
ആദിയായി ജീവനായി നിൽക്കുന്നത് പകലവനാണ്. പകലവൻ സൂര്യനാണ് ജീവരാശികൾക്കെല്ലാം ജീവചൈതന്യം പ്രദാനം ചെയ്യുന്നത്. ആറുമാറ് ലോകമേഴിലും പ്രകാശിക്കും. 14 ലോകങ്ങളിലും ഈ സൂര്യദേവൻ പ്രകാശം പൊഴിക്കുന്നു. എന്നിട്ടോ സുഖനിലയെത്തുന്നു നിത്യം നിലയ്ക്കുന്ന പുണ്യനാഥൻ. ഈ പുണ്യനാഥനാണ് എല്ലാവർക്കും സുഖം പ്രദാനം ചെയ്യുന്നത്. പകലവൻ ശിവദേവൻ ജീവകോടികൾക്കെല്ലാം സുഖം പ്രദാനം ചെയ്യുന്നു. പകലവനായ ശിവദേവൻ. അപ്പോൾ ശിവൻ തന്നെയാണ് സൂര്യൻ. ഓർക്കുക, ശിവബ്രഹ്മം തന്നെയാണ് സൂര്യദേവനും. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നതും ശിവൻ എന്ന് പറയുന്നതും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അപ്പോൾ ശിരോമണ്ഡലം എന്ന് പറയുന്നതും സൂര്യചന്ദ്രാദികൾ എന്ന് പറയുന്നതും ശിവഭഗവാൻ എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ. അതായത് എല്ലാം നമ്മുടെ ശിരസ്സാണ്. ഈ ശിരസിൽ നിന്നാണ് എല്ലാവിധ പ്രകാശങ്ങളും 14 ലോകങ്ങളിലും പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുന്നത്. എല്ലാവർക്കും സുഖം നൽകുന്നതും ഈ പ്രകാശമത്രേ. അപ്പോൾ ശിവനിൽ നിന്ന് പൊഴിയുന്ന പ്രകാശം, ശിവനാകുന്ന സൂര്യനിൽ നിന്ന്, ശിവസൂര്യനിൽ നിന്ന് പൊഴിയുന്ന പ്രകാശമാണ് എല്ലാവർക്കും സുഖം പകരുന്നത്. 14 ലോകങ്ങളിലും സർവ്വജീവജാലങ്ങൾക്കും ജീവനായി വർത്തിക്കുന്നതും ഈ സൂര്യ തേജസ്സത്രേ. ആദിത്യനൻ പാലോർക്കും നാമങ്ങളായി ഇരവും ജ്യോതി തന്നുള്ളിൽ ചുടരൊളി നിൽക്കും. വേദിയർ കീർത്തിച്ചാലും വിണ്ണവർ ചൊല്ലിയാലും ആദിയായോരീ ശിവൻ അൻപിനെ ചൊരിഞ്ഞിടും. അപ്പോൾ ശിവൻ ചൊരിഞ്ഞ പ്രകാശം ഏതാണ്? സൂര്യൻ. ശിവനാകുന്ന സൂര്യൻ പൊഴിക്കുന്ന ആ പ്രകാശമേത്? അൻപിനെ ചൊരിഞ്ഞിടും. അൻപ്, സ്നേഹം. അപ്പോൾ സ്നേഹരശ്മികളാണ് ശിവൻ പൊഴിക്കുന്നത്. മറക്കരുത്, ശിവസൂര്യനിൽ നിന്ന് പൊഴിയുന്ന പ്രകാശരശ്മികൾ ഏതാണ്? സ്നേഹസൂര്യൻ്റെ പ്രകാശമാണ്. സ്നേഹ ശിവരശ്മികളാണ്. മറക്കരുത്, അൻപിനെ ചൊരിഞ്ഞിടും. ശിവനാകുന്ന സൂര്യൻ ചൊരിയുന്നത് അൻപാകുന്ന, സ്നേഹമാകുന്ന, പ്രിയമാകുന്ന, പ്രേമമാകുന്ന രശ്മികളാണ്. ഇതിനെയാണ് വേദിയരും വിണ്ണവരും കീർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ സാത്വികരായ ബ്രാഹ്മണരും അതേപോലെ വിണ്ണവരും ദേവന്മാരുമെല്ലാം ഈ സ്നേഹത്തിൻ്റെ സൂര്യരശ്മികളെയാണ് പ്രകീർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കുന്നത്. ജ്യോതി തന്നുള്ളിൽ ചുടരൊളിയായി നിൽക്കും. ഈ ജ്യോതിയുടെ ഉള്ളിൽ ചുടരൊളിയായി നിൽക്കുന്നത് സ്നേഹമാണ്. അപ്പോൾ സൂര്യജ്യോതിയുടെ ഉള്ളിൽ ചുടരൊളിയായി നിൽക്കുന്നത് സ്നേഹരശ്മികളാണ്. ഈ സ്നേഹരശ്മികളാണ് 14 ലോകങ്ങളിലും സൂര്യദേവൻ പൊഴിച്ച് എല്ലാവർക്കും സുഖം നൽകി അനുഗ്രഹിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യനാകുന്ന ആ ശിവനെ നിരന്തരം ധ്യാനിക്കുക. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. സൂര്യനെ നിരന്തരം ധ്യാനിക്കുക. നമുക്കറിയാം ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഈ 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭൂർഭുവസ്സുവഹയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സൂര്യ തേജസ്സിനെ നമുക്ക് വീണ്ടും വീണ്ടും ധ്യാനിക്കാമെന്നാണ് പറയുന്നത്. ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളെല്ലാം സൂര്യന് വളരെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ആദിത്യ ഹൃദയ മന്ത്രം. ഈ ആദിത്യ ഹൃദയത്തിൽ നാം കാണുന്നത് ഈ സ്നേഹസൂര്യനെയാണ്. ആദിത്യ ഹൃദയ മന്ത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹസൂര്യനാണ്. അപ്പോൾ സ്നേഹസൂര്യൻ്റെ പ്രകാശത്തെ ധ്യാനിക്കുന്ന ഒരു മഹാമന്ത്രമാണ് ആദിത്യ
ഹൃദയം എന്ന മന്ത്രം. നമുക്ക് ആ ആദിത്യ ഹൃദയ മന്ത്രത്തിലേക്കൊന്ന് കിടക്കാം. നോക്കൂ, വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥമിഗ്രഹൻ വേദജ്ഞാന സേവിതൻ പുഷ്രാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷകാരാത്മൻ തുഷ്ടാ ദിനകരൻ ഭാസ്കരൻ നിത്യ സ്നേഹ നിരീശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ തുടങ്ങി അനേകം പര്യായ പദങ്ങൾ കൊണ്ട് സൂര്യഭഗവാനെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ആ നായകൻ നാരദാദി നിഷേവിതനായ ജ്ഞാനസ്വരൂപനായ ജ്ഞാനവിദ്വാനായ ആ സൂര്യഭഗവാൻ നമുക്ക് എല്ലാവിധ ജ്ഞാനപ്രകാശവും നൽകട്ടെ എന്നാണ് ആദിത്യ ഹൃദയത്തിൽ സൂര്യഭഗവാനെ സാധകൻ ധ്യാനിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ആദിത്യനാമങ്ങൾ 1000 ചൊല്ലി ജപിച്ചാൽ ആദ്യത്തെ ചുടരുളി പോലെ സാധകൻ പ്രകാശിച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. വേദിയർ നടത്തുന്ന യാഗങ്ങളിലും ദേവന്മാർ ഉര ചെയ്യുന്ന മന്ത്രങ്ങളാലും ആദിത്യ ശക്തി വർദ്ധിച്ച് പ്രപഞ്ചമാകെ ശോഭ പകർന്ന് നന്മകളും സുഖവും പ്രദാനം ചെയ്യുമെന്നാണ് നമ്മുടെ വേദോമെന്ന് ഉപനിഷത്തുകൾ പറയുന്നത്. ഉപനിഷത്തുകളെല്ലാം തന്നെ സൂര്യനെ വീണ്ടും വീണ്ടും പ്രകീർത്തിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്തുണ്ട്, അത് സൂര്യോപനിഷത്താണ്. അഥർവവേദത്തിലുള്ള ഒരു ഉപനിഷത്താണ് സൂര്യോപനിഷത്ത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉപനിഷത്താണ് സൂര്യോപനിഷത്ത്. നമുക്ക് സൂര്യോപനിഷത്തിലേക്ക് അല്പം ഒന്ന് കിടക്കാം. ഞാനതിൻ്റെ മലയാള അർത്ഥം മാത്രമേ വായിക്കുന്നുള്ളൂ. നോക്കൂ, അഥർവവേദത്തിലുള്ള ഒരു മന്ത്രഭാഗമാണ് സൂര്യോപനിഷത്ത്. ഈ മന്ത്രത്തിൻ്റെ ഋഷി ബ്രഹ്മാവാകുന്നു. ഛന്ദസ് ഗായത്രി ദേവത സൂര്യനും. ഹംസസോഹം അഗ്നിനാരായണയുക്തമാണ് ബീജം. അപ്പോൾ ഹംസസോഹം നമ്മൾ അജബെ പറ്റി ഇതിനു മുമ്പ് കണ്ടതാണ്. അജപാധ്യാനം ഒരർത്ഥത്തിൽ സൂര്യോപാസന തന്നെയാണ്. ഹംസസോഹം എന്നാണ് ആ ബീജം. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുന്നു. 7 അശ്വങ്ങളെ കെട്ടിയ രഥത്തിൽ അതിരൂഢനും ഹിരണ്യവർണ്ണനും 4 ഭുജങ്ങളിൽ കമലം വരമുദ്ര അഭയമുദ്രാത്മകമായ കാലചക്രത്തിൻ്റെ വിധായകത്വം സൂര്യദേവനിൽ അണിഞ്ഞിരിക്കുന്നു. സൂര്യനാരായണൻ പ്രണവത്തിൻ്റെ അർത്ഥഭൂതമായ ചിത് സത് ആനന്ദമയനാണ്. ഭൂവഹ ഭൂ സ്വഹ രൂപത്തിൽ ത്രൈലോക്യാത്മകനാണ്. വിശ്വരചയിതാവായ അദ്ദേഹത്തിൻ്റെ തേജസ്സിനെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു. ആ ഭഗവാൻ ഞങ്ങളുടെ ബുദ്ധിയെ വേണ്ട വിധത്തിൽ പ്രേരിപ്പിക്കട്ടെ. സൂര്യൻ സമ്പൂർണ്ണ സ്ഥാവര ജംഗമങ്ങളുടെ ആത്മാവാകുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ യജ്ഞങ്ങൾ, മേഘം, ആത്മാവ് എല്ലാം ആവിർഭൂതമായി. അല്ലയോ ആദിത്യ, ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങ് തന്നെ കർമ്മവും കർത്താവും, അങ്ങ് തന്നെ ബ്രഹ്മാവും വിഷ്ണുവും, അങ്ങ് തന്നെ രുദ്രൻ. ഋക്ക്, യജുസ്, സാമം, അഥർവം ഇതൊക്കെ അങ്ങ് തന്നെ. അങ്ങ് സമ്പൂർണ്ണ ഛന്ദസ്വരൂപനാണ്. ആദിത്യനിൽ നിന്ന് തന്നെയാണ് വായു, ഭൂമി, ജലം, ജ്യോതിസ്, ആകാശം, ദിക്കുകൾ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്നാണ് ദേവന്മാർ ഉത്ഭവിച്ചത്. വേദങ്ങളുടെ ഉൽപ്പത്തിയും അദ്ദേഹത്തിൽ നിന്ന് തന്നെ. ഈ ബ്രഹ്മാണ്ടത്തെ ആദിത്യനാണ് തപിപ്പിക്കുന്നത്. ആദിത്യൻ തന്നെയാണ് ബ്രഹ്മം. അന്ധക്കരണ രൂപവും ആദിത്യൻ തന്നെ.
പഞ്ചപ്രാണങ്ങളുടെ രൂപത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും സൂര്യൻ തന്നെ. പഞ്ചേന്ദ്രിയങ്ങളുടെ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതും സൂര്യദേവൻ തന്നെ. ജ്ഞാനേന്ദ്രിയങ്ങളും അദ്ദേഹമാണ്. ജ്ഞാനവിജ്ഞാനയുക്തനും ആനന്ദമയനും ഈ ആദിത്യനത്രേ. ഇതാണ് അഥർവവേദത്തിലെ സൂര്യോപനിഷത്തിലെ പ്രഥമ ഭാഗം. അപ്പോൾ സൂര്യൻ എന്നുള്ളത് ഓർക്കുക, സൂര്യൻ എന്നുള്ളത് നമ്മുടെ ശിരസ്സാണ്. വ്യക്തിയുടെ സാധകൻ്റെ ശിരസ്സാണ് സൂര്യചന്ദ്രമണ്ഡലമായ ഈ ശിരസ്. അപ്പോൾ ശിരസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാ പ്രകാശങ്ങളും, ലോകത്തിന് എല്ലാ സുഖങ്ങളും എല്ലാ ജ്ഞാനവും നൽകുന്നത് ഈ ആദിത്യനത്രേ. അതുകൊണ്ട് ആദിത്യനെ ധ്യാനിച്ച് ആദിത്യനെ സാക്ഷാത്കരിക്കാനാണ് ഈ ആദിത്യനിലയിൽ തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ വളരെ വ്യക്തമായി, വളരെ ആഴത്തിൽ തന്നെ വ്യക്തിയുടെ സാധകൻ്റെ ശിരസ്സിനെ വിശകലനം ചെയ്യണം. ശിരസ് തന്നെയാണ് സൂര്യൻ, ശിരസ് തന്നെയാണ് ചന്ദ്രൻ, ശിരസ് തന്നെയാണ് നക്ഷത്രങ്ങൾ, ശിരസ് തന്നെയാണ് ദേവന്മാർ. സകല പ്രപഞ്ചവും സകല സൃഷ്ടികർത്താവുമായ സൂര്യഭഗവാന്റെ തേജസ് മുഴുവൻ നിറഞ്ഞതാണ് നമ്മുടെ ശിരസ് എന്ന് ഓർക്കുക. അപ്പോൾ ശിരസ്സിലെ സൂര്യൻ പൊഴിക്കുന്നത് എന്താണ്? രശ്മികളാണ്. അത് ഏത് തരത്തിലുള്ള രശ്മികൾ? സ്നേഹരശ്മികൾ. അപ്പോൾ ശിവൻ പൊഴിക്കുന്ന, ശിവസൂര്യൻ പൊഴിക്കുന്ന ആ പ്രകാശരശ്മികൾ മുഴുവനും സ്നേഹരശ്മികളാണ്. ഈ പ്രപഞ്ചമാകെ ഈ 14 ലോകങ്ങളെയും നിറച്ചിരിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും സൂര്യൻ്റെ ഈ സ്നേഹരശ്മികളാണ്. അപ്പോൾ സ്നേഹത്തിന് എത്ര മഹത്തായ സ്ഥാനമാണ് തിരുമൂലദേവൻ കൊടുത്തിരിക്കുന്നത് നോക്കൂ. സ്നേഹം തന്നെ ശിവൻ, അൻപേ ശിവം, സ്നേഹം തന്നെ ശിവൻ. തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തെ നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ നമുക്ക് സംക്ഷേപിക്കാം. അത് അൻപേ ശിവം എന്നാണ്. എപ്പോഴും നമുക്ക് ഒരൊറ്റ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. അൻപേ ശിവം. അതിൽ സൂര്യതേജസ്സത്രയും അടങ്ങിയിരിക്കുന്നു, അതിൽ ചന്ദ്രതേജസ്സത്രയും അടങ്ങിയിരിക്കുന്നു, അതിൽ നക്ഷത്രപ്രകാശങ്ങൾ അത്രയും അടങ്ങിയിരിക്കുന്നു, ദേവജ്ഞാനം മുഴുവനും അതിൽ അടങ്ങിയിരിക്കുന്നു. ഈശ്വരീയമായ എല്ലാ ഗുണവിശേഷങ്ങളും അൻപേ ശിവത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ മന്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം. ഈ മന്ത്രസാധനയിലൂടെ തന്നെ ഒരാൾക്ക് തിരുമന്ത്ര ഹൃദയത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.